ശബരിമല സ്വർണ്ണമോഷണത്തിലെ ആരോപണ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് തിരിച്ചു പ്രതിപക്ഷം. സ്വർണം മോഷ്ടിച്ചു വിറ്റത് ഏത് കോടീശ്വരനാണെന്ന് കടകംപള്ളിക്ക് അറിയാമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. പ്രതിപക്ഷ നേതാവിന് തന്റെ ഇടമുണ്ടെങ്കിൽ തനിക്കെതിരെയുള്ള ആരോപണം തെളിയിക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ വെല്ലുവിളിച്ചു. ശബരിമലയിൽ മോഷണം നടന്നോ എന്ന് വ്യക്തമാക്കാതെ ആയിരുന്നു മുഖ്യമന്ത്രിയുടെ സഭയിലെ പ്രസംഗം. വാതിലും കട്ടളപ്പടി വരെ അടിച്ചു മാറ്റിയിരിക്കുകയാണ്. ഇനി അയ്യപ്പ വിഗ്രഹം മാത്രമുള്ളവിടെ. അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് അറിയാം ഏത് കോടീശ്വരനാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പം വിറ്റിരിക്കുന്നത്. ഇതോടെ ഇന്നലെ വരെയുള്ള മൗനം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വെടിഞ്ഞു. സതീശനെ വെല്ലുവിളിച്ച് നിയമസഭയിൽ വൈകാരികമായി കടകംപള്ളി. അദ്ദേഹത്തിന് ആണത്തമുണ്ടെങ്കിൽ, തന്റെ ഇടമുണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് കടകംപള്ളി സുരേന്ദ്രൻ വിറ്റതെന്ന് വ്യക്തമാക്കണം. അല്ലെങ്കിൽ ഇടനിലക്കാരനായി നിന്ന് വ്യക്തമാക്കണം. അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് വനവാസത്തിന് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാവണം. പിന്നാലെ അൺപാർലമെന്ററി ആയതിനാൽ ആണത്ത പ്രയോഗം പിൻവലിക്കുകയും ചെയ്തു കടകംപള്ളി. കടകംപള്ളിയുടെ വെല്ലുവിളിക്ക് സതീശനും മറുപടിയുമായി എത്തി. ദ്വാരപാലക ശില്പമാണ് അയ്യപ്പന്റെ എന്ന് പറഞ്ഞിട്ടാണ് വിറ്റിരിക്കുന്നത്. അത് ഉള്ളിക്ക് അറിയാം ആരാണ്, ഉള്ളി പുറത്തുവിടട്ടെ. CPM-നും അറിയാം ആരാണ് ഈ കോടീശ്വരൻ. സതീശനെ വെല്ലുവിളിച്ചെങ്കിലും തന്റെ കാലത്ത് നടന്ന ക്രമക്കേടുകളിൽ കൃത്യമായ വിശദീകരണം ഇന്നും കടകംപള്ളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അന്വേഷണ നടപടികൾ മാത്രം വിശദീകരിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെയും സഭയിലെ ആദ്യ പ്രതികരണം. ഇതിന്റെ ഭാഗമായുള്ള അഭിപ്രായം ഞങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഹൈക്കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ചിരിക്കുന്നു. അന്വേഷണം നടക്കുന്നുവെന്ന് വിശദീകരിച്ച് വിവാദത്തിൽ നിന്നും തെന്നിമാറാനാണ് സർക്കാർ ശ്രമം. മീഡിയ 1 തിരുവനന്തപുരം.